വളരെ നിസ്സാരമായ കംപ്ലൈൻറ്റുകളൊക്കെ വരുമ്പോൾ പോലും പലരും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെറുതെ ഒഴിവാക്കി കളയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ ഇത് ഞാനിവിടെ 200 രൂപ കൊടുത്ത് ആക്രിക്കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ഈ ഒരു അവസ്ഥയിലായിരുന്നു, ഫുള്ളായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്നെല്ലാം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ മോഡ് മാറാത്തായിരുന്നു പ്രശ്നം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ബോർഡ് അടിച്ചു നോക്കിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയിൽ കാണുന്ന പോലെയായിരുന്നു. ബോർഡിലെ എല്ലാ സ്വിച്ചുകളും അതുപോലെ ജമ്പർ, റെസിസ്റ്റർ ഇതെല്ലാം തുരുമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുരുമ്പെടുത്ത സ്വിച്ചുകളെല്ലാം മാറിയിട്ട് നമുക്കിതിന് പകരം പുതിയ സ്വിച്ച് ഇടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ സ്വിച്ച് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് 3 രൂപ വെച്ചാണ് അയക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡിലുള്ള പഴയ സ്വിച്ചുകൾ ഇതെല്ലാം ഡീസോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ലെഡ് വേഗം ഉരുക്കി കിട്ടാനായിട്ട് സോൾഡിംഗ് പേസ്റ്റ് കുറേച്ച് എല്ലാ സ്വിച്ചുകളുടെയും കാര്യങ്ങളിലേക്ക് തേച്ച് കൊടുക്കുവാണ്. ഇനി ഡീസോൾഡ് ചെയ്യേണ്ട ഭാഗത്ത് സോൾഡിങ് ഞാൻ ഇതുപോലെ ചേർത്ത് പിടിച്ച് ലെഡ് ഉരുക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ഡീസോൾഡിങ് പമ്പ് പോലെ ചേർത്ത് പിടിച്ച് ലോഡ് ചെയ്ത് റിലീസ് ചെയ്താൽ മതി. പുതിയ ലെഡെല്ലാം ഡീസോൾഡിങ് പമ്പ് ഉള്ളിലേക്ക് വലിച്ചെടുത്തോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബോർഡിൻ്റെ പ്രിൻ്റൊന്നും പോകാതെ ഡീസോൾഡ് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു ബോർഡിലുണ്ടായിരുന്ന പഴയ സ്വിച്ചുകളെല്ലാം മാറി പുതിയതിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സ്വിച്ചുകളും എല്ലാം ബോർഡിലേക്ക് സോൾഡർ ചെയ്തെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പഴയ സ്വിച്ചെല്ലാം മാറി പുതിയ സ്വിച്ചുകളെല്ലാം ഇട്ടപ്പോൾ കറക്റ്റായിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ചിലതിനൊക്കെ ഇതുപോലുള്ള നിസ്സാരമായ കംപ്ലൈൻറ്റുകളൊക്കെ ആയിരിക്കും കാണുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പലതിനും കാണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബ് ചാനലിലും ഉണ്ട്. ഈ ചാനലുകളിൽ നോക്കിയാൽ മതി.